കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തേക്കാണ് നമുക്ക് ഇന്ന് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭരതൻ ശ്രീരാമനെ അന്വേഷിച്ച് അയോധ്യയിൽ നിന്ന് പുറപ്പെടുന്നതും ആ പോകുന്ന വഴിയിൽ നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെ കാണുകയും ഗുഹൻ ആ അവസരത്തിൽ ഇവർ വന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏകനായിട്ട് ഭരതൻ്റെ അരികിലേക്ക് പോവുകയും അവിടെ നിന്നും ആ ഭരതൻ്റെ പ്രവൃത്തി ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കി ഭരതൻ ഉത്തമനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭരതനെയും സൈന്യങ്ങളെയും കൂട്ടി ശ്രീരാമൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നിടത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അവിടെ സീതാദേവി കിടക്കുന്ന ആ ദർഭ വിരിച്ച് കിടന്നിട്ടുള്ള ആ ഇത് കണ്ടപ്പോൾ ഭരതൻ പൊട്ടിക്കരയുന്നതൊക്കെ ഉണ്ട് ഒരു സന്ദർഭം. അപ്പോൾ അതൊക്കെയാണ് ഭരതൻ്റെ ആ മഹത്വം മനസ്സിലാക്കാൻ ഗുഹനെ സഹായിച്ചത്. പിന്നീട് ഗുഹൻ ഈ ഭരതനെയും കൂട്ടി മുന്നോട്ട് പോകുന്നതിനുള്ള ആ കാര്യങ്ങളിലേക്ക്, ആ ഗംഗ കടന്നിട്ടില്ല, ഗംഗ കടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. മംഗളദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലെടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നകിടേ വസിക്കുന്നിതു സീതയാം തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തരം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തുമമർത്യാദടീനിയേ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയും എടുത്തതി ഏറ്റം വലിയൊരു തോണിയിൽ താൻ മുത ശത്രുഘ്നനോടും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്ത്യഭീത്യാ കടത്തിടിനാളാധരാൽ. ഉമ്പർ തടനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം വരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഗ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ വരദനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. നോക്കൂ, ഇവിടെ ഗുഹൻ
ഈ പറയുന്ന ഭരതൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ രക്ഷയ്ക്കായി അവിടെ പ്രവർത്തിക്കുകയാണ്. മുന്നിൽ മഹാനദിയായിട്ടുള്ള ഗംഗാനദി കിടപ്പുണ്ട്. അപ്പോൾ ആ ഗംഗാനദി കടക്കണമെന്നുണ്ടെങ്കിൽ ഈ നിഷാദ രാജാവായ ഗുഹനാണ് അതിനടുത്ത് വസിക്കുന്നത്. അദ്ദേഹത്തിന് സഹായം വേണം. അദ്ദേഹം 500 തോണികളാണ് അവിടെ വരുത്തിയത്. 500 തോണിയും, അത് വലിയ തോണിയാണ്. ആ തോണിയിൽ ഓരോ ആൾക്കാരായിട്ട് കയറി. ആ കയറുന്ന അവസരത്തിൽ ഈ പറയുന്ന ഭരതനും ശത്രുഘ്നനും മന്ത്രിമാരും അമ്മമാരുടെ പേരെടുത്ത് പറയുമ്പോൾ കൃത്യമായിട്ട് കൈകേയി മാതാവിൻ്റെ പേര് പറയുന്നുണ്ട്. കാരണം ആദ്യം കൈകേയിയെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ കൈകേയി മാതാവിനെയും എല്ലാവരെയും ഈ തോണിയിൽ കയറ്റി അവർ നേരെ എവിടെ പോകുന്നു? ഈ ഗംഗാനദിയുടെ അക്കരെ ഭാഗത്ത് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പോകുന്ന അവസരത്തിലും ആ പോകുന്നവർ ആദ്യം ആ ഗംഗാദേവിയെ നല്ലതുപോലെ വന്ദിച്ചും കൊണ്ടാണ് അവർ ആ തോണിയിൽ കയറുന്നത്. അങ്ങനെ അവർ കയറി നേരെ അക്കരെ എത്തിയതിന് ശേഷം നേരെ ഇവർ പോകുന്നത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അവിടെയാണ് ശ്രീരാമൻ ഉള്ളതെന്നാണ് ഗുഹൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആരാണ് ഭരദ്വാജൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഭരദ്വാജൻ എന്ന് പറയുന്ന ഋഷി അസാമാന്യ കഴിവും പാഠവുമുള്ള ഒരാളാണ്. നമുക്കറിയാം, മഹാഭാരതത്തിൽ ഈ ഭരദ്വാജ മഹർഷിയുടെ പുത്രൻ വില്ലാളി വീരനായി വിലസുന്നുണ്ട്. ആരാ? സാക്ഷാൽ ദ്രോണാചാര്യർ. ഈ ദ്രോണാചാര്യരുടെ അച്ഛനാണ് ഈ ഭരദ്വാജ ഋഷി. ഈ ഭരദ്വാജ ഋഷിക്ക് ഒരു മകളും കൂടിയുണ്ട്. അത് ദ്രോണി എന്ന. ആ ദ്രോണിയെ വിവാഹം കഴിക്കുന്നത് കൃപാചാര്യരാണ്. കൃപാചാര്യരുടെ സഹോദരിയായിട്ട് കൃപിയെ വിവാഹം കഴിക്കുന്നതാണ് ദ്രോണാചാര്യൻ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചതാണ് എന്നർത്ഥം. ഈ ഭരദ്വാജ മുനിയാണ് വിമാനങ്ങളെക്കുറിച്ച് ആദ്യത്തെ ഗ്രന്ഥം രചിച്ചത്. ഇതൊക്കെ നമ്മൾ രാമായണം വായിക്കുന്ന ആൾക്കാർ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിമാനത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നത് റൈറ്റ് സഹോദരന്മാരാണ് ഇത് കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തുന്നതിനേക്കാളും 9 വർഷം മുന്നേ തന്നെ ഭാരതത്തിൽ നിന്നും ഒരു ഭാരതീയനായ പേര് ഞാൻ മറന്നുപോയി. ആ ഭാരതീയനായ വ്യക്തി ഈ വിമാനം പറത്തിയതായിട്ട് കൃത്യമായി രേഖകളിലുണ്ട്. അതൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് ഇവരിന്ന് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രേരണയായത് അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ പറയുന്നത് വെച്ചാൽ, ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കാണാവുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഭരദ്വാജ ഋഷി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് വൈമാനിക ശാസ്ത്രം. അതിൽ നിരവധി വിമാനങ്ങളെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഏത് കാലഘട്ടമാണെന്ന് നോക്കണം. ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ വിവരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രമാണ് ഏറ്റവും വലുത്, പുരാണങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ പുരാണത്തിലാണ് ഇതൊക്കെ ഉള്ളത്. ഈ ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. അപ്പോൾ ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വെച്ചാൽ നിരവധി വിമാനങ്ങളെക്കുറിച്ച്, അതിൽ തന്നെ കൃതയുഗത്തിൽ ഉണ്ടായിരുന്ന വിമാനങ്ങൾ എങ്ങനെയായിരുന്നു, ത്രേതായുഗത്തിൽ നിലവിലുള്ള വിമാനങ്ങൾ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന വിമാനങ്ങളാണ്, ദ്വാപരയുഗത്തിൽ എങ്ങനെയുണ്ടാകും, കലിയുഗത്തിൽ എങ്ങനെയുള്ളതാണ് എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വിമാനങ്ങളെല്ലാം തന്നെ എല്ലാ യുഗത്തിലും കൊണ്ടുവരാനും കഴിയുമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ രീതികൾ വ്യക്തമായിട്ട് അതിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഈ പുഷ്പക വിമാനമൊക്കെ വെറും നമ്മുടെ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾക്കറിയാലോ, നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ആളില്ലാത്ത വിമാനം വായുവിലൂടെ പറത്തുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു, റിമോട്ട് ഉപയോഗിച്ചിട്ട്. ആ റിമോട്ടിന് ഉപയോഗിക്കുന്ന വിമാനത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതിനാണ് പറഞ്ഞ് മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന വിമാനം എന്ന് പറയുന്നത്. ശ്രീരാമനും മറ്റുമൊക്കെ തന്നെ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ റിമോട്ട് ശ്രീരാമൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് ആ വിമാനം പോയിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ പറയും, അയ്യോ അന്ധവിശ്വാസമാണ്, അങ്ങനെ ഇത്രയും ഇതിൽ പറക്കുമോ എന്നൊക്കെ. വിശാലമായ ആ ഗഗനവീതിയിലൂടെ പറന്നു പോകുന്നതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ വൈമാനിക ശാസ്ത്രത്തെ പറയുന്നു. ഇതൊന്നും അല്ല അത്ഭുതപ്പെടുന്നത്. 1 ലക്ഷത്തിലേറെ
വൈമാനിക പാതയെക്കുറിച്ച്, വിമാനങ്ങൾ പോകാനും വരാനും ഏറ്റവും സുന്ദരമായിട്ട് ഒരു തടസ്സമില്ലാതെ, ഒരു അപകടമില്ലാതെ പോകാനും വരാനുള്ള വൈമാനിക പാതയെക്കുറിച്ച് ആ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ ഭരദ്വാജ മഹർഷി എടുത്ത് കാണിക്കുകയാണ്, വ്യത്യസ്തനാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ പുരാണത്തിലുള്ള ഓരോ ഋഷിമാരെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ആ മുനിയുടെ ആശ്രമ പരിസരത്തേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ എത്തുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ, ആ ആശ്രമ പരിസരത്ത് കിടക്കുന്നതിന് മുമ്പ് മുഴുവൻ സൈന്യങ്ങളെയും വളരെ ദൂരത്തേക്ക് മാറ്റി നിർത്തി. അവിടെയുള്ള മുഴുവൻ സൈന്യങ്ങളെയും മറ്റുള്ളതിനൊക്കെ തന്നെ മാറ്റിയെടുത്ത് കുതിരയൊക്കെ ഓരോ ഭാഗത്ത് ബന്ധിച്ചു. അതിനുശേഷം ശത്രുഘ്നെയും കൂട്ടിയിട്ടാണ് ഈ പറയുന്ന ഭരതൻ നേരെ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കവി എന്താണ് പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. താനും മനോജനും മായുടഞ്ചാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസാതാപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാനനാമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതന്തടോ കഷ്ടമിക്കോപ്പുവന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായൊരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ? എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരേ വന്നതു ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നോക്കണം, ഇവിടെ നമ്മുടെ ഭരതൻ ഈ പറയുന്ന ഋഷിയെ കണ്ടപ്പോൾ ആദ്യം ആ പാദത്തിൽ അങ്ങോട്ട് വീണു, പാദ നമസ്കാരം അങ്ങോട്ട് ചെയ്തു. പാദ നമസ്കാരത്തെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ബഹുമാനിക്കേണ്ട ആൾക്കാരെ, ആദരിക്കേണ്ട ആൾക്കാരെ, ഗുരുകാരണവന്മാരെ, മാതാപിതാക്കളെയൊക്കെ പാദം നമസ്കരിക്കണമെന്ന് ഇവിടെ കാണിച്ചു തരിക. അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന ഋഷിയായിട്ട് ഭരദ്വാജൻ ചോദിക്കുക, എന്തേ ഇങ്ങോട്ട് വരാൻ കാരണം? നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം വിശാലമായ രാജ്യത്തിൻ്റെ അവകാശിയാണ് നിങ്ങൾ. അപ്പോൾ ഈ രാജ്യം മുഴുവൻ നിങ്ങളെ അധീനതയിലാണ്. ആ രാജ്യത്തെ പാലിക്കേണ്ട നിങ്ങൾ ഇപ്പം ഈ താപസ വേഷം ധരിച്ച് ജടയും വൽക്കലും ഒക്കെ ധരിച്ച് ആ സൈന്യസമേതം ഇവിടത്തേക്ക് വരാൻ എന്താണ് കാരണം? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭരതൻ പറയാണ്, അങ്ങേക്കറിയാത്തതായിട്ട് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അങ്ങേക്കറിയാം, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യവും അങ്ങേക്കറിയാമല്ലോ, പിന്നെ ഞാൻ എന്താണ് അങ്ങയോട് പറയേണ്ടത് എന്നാണ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. എന്താണെന്ന് നമുക്ക് കവി പറയുന്നതും കൂടി നമുക്ക് നോക്കാം. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളോ മഹാമുനെ, എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാനേതുമേ ഒന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും
കേകയപുത്രിയാമമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളൂ. ഇപ്പോൾ ആ ശുദ്ധനോ ഞാനതിന്നി പാദപത്മം പ്രമാണം ദയാനിധേ. ഇവിടെ പറയുന്നത്, അങ്ങേക്കറിയാത്തതായ ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങയോട് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടതായിട്ട് വരുന്നത്? എൻ്റെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി, എൻ്റെ വിഷമം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ അങ്ങയോട് കാര്യങ്ങൾ പറയാം. എന്താണ് കാര്യം? ഈ രാമന്റെ അഭിഷേകം മുടക്കിയത് ഞാനല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. രാമപാദങ്ങളാണ് സത്യം. അവിടെ രാമന്റെ പാദങ്ങളെയാണ് സത്യം ചെയ്തത്. നമ്മളൊക്കെ ഇത് പറയുന്നറിയാം, അമ്മയുടെ തല പിടിച്ച് സത്യം ചെയ്യും, മക്കളുടെ തല പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാദമാണ്. എന്തുകൊണ്ടാണ് പാദമാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്. ഈ എല്ലാ എനർജിയും ഗുണവും ദോഷവും എല്ലാം പാദങ്ങളിലാണ്. പാദമാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്. പാദമില്ലെങ്കിൽ ഇല്ല ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിരാട വിശ്വരൂപത്തിൻ്റെ 4 ഭാഗങ്ങളായിട്ട് 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചപ്പോൾ മുഖത്ത് ബ്രാഹ്മണനും, അതുപോലെ തന്നെ കൈകളിൽ ക്ഷത്രിയനും, തുടകളിൽ വൈശ്യനെയും, പാദങ്ങളിൽ ശൂദ്രനെയുമാക്കിയിട്ടുള്ളത്. എന്താ? ശൂദ്രനില്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണനുമില്ല, ക്ഷത്രിയനുമില്ല, അതേപോലെ തന്നെ വൈശ്യനുമില്ല. കാരണം എന്താ? താഴെ തട്ടല് അത് നിലനിൽക്കണം. അപ്പൊ ശൂദ്രനാണ് ഏറ്റവും പ്രധാനമായ സ്ഥാനം ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ശൂദ്രന്റെ സ്ഥാനമായിട്ട് പാദങ്ങളിലാണ് നമ്മളൊക്കെ നമസ്കരിക്കുന്നത്. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മൾ അത്ര തല്ലിപ്പൊളിയല്ല. ഇവിടെ പലരും ശൂദ്രനൊക്കെ പറ്റി നമ്മളെ പരിഹസിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായ ആ ശൂദ്രസ്ഥാനത്താണ് എല്ലാവരും. ഇനി ഒരു ബ്രാഹ്മണനായാലും വേണ്ടില്ല, ക്ഷത്രിയനായാലും വേണ്ടില്ല, ഏതൊരാളും നമസ്കരിക്കുമ്പോൾ ആ പാദങ്ങളിലാണ് നമസ്കരിക്കുക. അപ്പൊ ഇവിടെ ശ്രീരാമന്റെ ഈ ഭരതൻ ശ്രീരാമ പാദങ്ങളെ തൊട്ടാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് വെച്ചാൽ അതിന് ഞാനല്ല കാരണം, മറിച്ച് ഇതിന് കാരണമായിട്ടുള്ളത് എൻ്റെ അമ്മയായ കൈകേയിയുടെ വാക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് ഒന്ന് ചിന്തിക്കൂ, ഈ ഒരു കാര്യത്തിൽ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, ഞാൻ അറിയാതെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ സമയത്താണ് എൻ്റെ അമ്മ ഇങ്ങനൊരു ചതി ചെയ്തത്. അപ്പോൾ ഞാൻ അശുദ്ധനാണോ ശുദ്ധനാണോ എന്ന് അങ്ങ് എന്നോട് പറയണം. അങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ശ്രീരാമപാദങ്ങളാണ്, ഞാൻ ഇനി മറ്റൊന്നും ചിന്തിക്കുന്നില്ല. തുടർന്ന് നമുക്ക് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അവിടെ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദപാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ, മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം, മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹൂനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മനസ്സേ, ശോകമുണ്ടാകലോ കേൾക്കവീ. ഇവിടെ ഞാൻ ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് അങ്ങാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ചോദിച്ചല്ലോ, എന്തിനാണ് ഈ സൈന്യസമേതം എല്ലാ ബന്ധുമിത്രാദികളെയും കൂട്ടി ഇവിടേക്ക് വന്നതെന്ന് അങ്ങ് ചോദിച്ചല്ലോ. അതിന് കാരണമുണ്ട്. ഇനി ഞാൻ ശ്രീരാമന്റെ ആ പാദങ്ങളെ അനുഗമിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. മൂത്തവരെ അനുഗമിക്കുക.
അവരെ അനുസരിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ ശ്രീരാമചന്ദ്രന്റെ വൃത്യനായിട്ട് ആ പാദപത്മങ്ങളെ പിന്തുടർന്ന് അതിനെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ മറ്റ് എന്തുണ്ടായിട്ടും എന്തു സുഖമാണ് ലഭിക്കുക? നമ്മൾക്കൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും എന്തിനാണ് പറയുക, കഷ്ടപ്പെടുന്നത് പണമുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? പണം സംഭരിക്കാൻ വേണ്ടി നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. തട്ടിപ്പ് നടത്തുന്നു, വെട്ടിപ്പ് നടത്തുന്നു, അഴിമതി നടത്തുന്നു, കൊലയും നടത്തുന്നു, സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും വീടിന് വെളിയിലാക്കുന്നു. അതല്ല, സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഈ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെ നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരുടെ ഇതിൽ നിന്ന് എഴുതി വാങ്ങിക്കാൻ വേണ്ടി തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് എല്ലാം എഴുതി വാങ്ങിച്ചതിന് ശേഷം കൊണ്ടുപോയി അനാഥാലയത്തിൽ തള്ളുന്ന മക്കൾ എത്രയോ ഉണ്ട്. അഥവാ എതിർത്ത് കഴിഞ്ഞാൽ അവരെ തലയടിച്ച് പൊട്ടിക്കുന്ന മക്കൾ എത്രയോ ഉണ്ട്. മറ്റൊരുവന്റെ പണവും സ്വത്തും മോഹിച്ചും കൊണ്ട് ചെയ്ത് കൂട്ടുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് പലർക്കും പറഞ്ഞാൽ തീരാത്ത യാത്ര ഉണ്ടാകും. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും നവമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചതിയുടെ വർണ്ണചിത്രങ്ങളോട് കൂടിയിട്ടുള്ള കഥകളാണ്. എല്ലാം എന്തിനാണെന്നറിയോ? ഈ സുഖത്തിന് വേണ്ടിയിട്ട്. ഈ സുഖം ഈ പണത്തിലൂടെ നേടിയെടുക്കാമെന്നുള്ള ചിന്തയാണ് ഇതിൻ്റെ പുറകെ നമ്മളെ ഓരോ ആൾക്കാരും കൊണ്ടുപോകുന്നത്. സുഖത്തിന് പുറകെ പണമുണ്ടെങ്കിൽ എല്ലാം നേടാം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ കോടിക്കണക്കിന് രൂപയായി, വലിയ ബംഗ്ലാവായി, നിരവധി വാഹനങ്ങളായി, നിറയെ ഓഫീസുകളായി, നിറയെ ബിസിനസ് സാമ്രാജ്യങ്ങളായി. പക്ഷേ അവർക്കൊരു മാറാ രോഗം വന്നു നിരിക്കട്ടെ, കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു നിരിക്കട്ടെ, ലോകത്തുള്ള സകല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ചികിത്സ നടത്തിയിരിക്കട്ടെ, ഒന്നും മാറുന്നില്ല, ഒരു മാറ്റവുമില്ല. എന്തു ചെയ്യും? അങ്ങനെ ഓരോ സാധനങ്ങളായി വിറ്റ് തുലയ്ക്കേണ്ടതായി വരും. എത്ര പണമുണ്ടായിട്ടും പണം ശരീരത്തിന്റെ അളവിൽ തൂക്കിക്കൊടുത്താലും സ്വർണം തൂക്കിക്കൊടുത്താലും രോഗം മാറണമെന്നില്ല. അവന്റെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി, അത് സുഖത്തിന് വേണ്ടി മുമ്പ് എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്തോ അതേപോലെ ആ സുഖം അവിടെ ഇല്ലാതെയായി കഴിഞ്ഞു. കേവലം ഒരു രോഗം കാരണം, ചെറിയൊരു രോഗം വന്നപ്പോൾ അതൊന്നുമില്ലാതെയായി. എന്തിനേറെ പറയുന്നു, എല്ലാം സുഖലോലുപത്തിൽ മുഴുകുന്ന ഒരാൾക്ക് തൊണ്ടയിൽ ഒരു പഴുപ്പ് വന്നപ്പോൾ, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചെറിയൊരു പഴുപ്പ് വന്നപ്പോൾ സുഖം പോയോ? അവസാനം എന്താ ചെയ്യുന്നറിയോ? ഇതിനു വേണ്ടിയിട്ട് എല്ലാ ആശുപത്രി വരാന്തിയൊക്കെ നിരങ്ങി ഇറങ്ങിയതിന് ശേഷം, എല്ലാ ഡോക്ടർമാരെയും കണ്ടതിന് ശേഷം അവസാനം ഒന്നും ഒരു രക്ഷയില്ല, ഡോക്ടർമാർ കൈയൊഴിയുമ്പോഴാണ് എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയോ നരകങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതെല്ലാം പൊറുക്കണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ ഈ ദുരിതത്തിൽ നിന്നും എന്നെ കരകയറ്റണേ എന്ന് വിളിച്ചു പറയുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. അവരൊക്കെ ഈ സുഖത്തിന് വേണ്ടിയാണ് ഓടുന്നത്. നമ്മളൊക്കെ പണവും പവറും പത്രാസും സമ്പത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ തലത്തിലേക്ക് എത്തിയത്? ഈ തലത്തിലേക്ക് എത്തുന്നതിന് സമയത്ത് വഴിയരികിൽ നിരവധി പട്ടിണി പാവങ്ങളെയും ദുരിതം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും കണ്ടിട്ടുണ്ട്. മൈൻഡ് ചെയ്തിട്ടുണ്ടോ? 10 മിനിറ്റ് നേരം അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ടോ? എന്തിനേറെ സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മയെയും പോലും നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. നാളെ നമുക്കും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വന്നുകൂടായികയില്ല. അതുകൊണ്ട് പണം നമുക്കൊരിക്കലും ഈ സുഖം തരില്ല. അത് ശാശ്വതമല്ല. ശാശ്വതമായ സുഖം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ഈ ഭരതൻ പറയുന്ന പോലെ ശ്രീരാമ പാദങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും രാമപാദത്തിലേക്ക്, ഈ വിഷ്ണുപാദത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നതെന്ന്. രാമപാദം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിലെ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളെ വെടിയണം. ഈ ആഗ്രഹങ്ങളെ വെടിഞ്ഞാൽ മാത്രമേ മോക്ഷത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളത് ഭരതൻ ഇവിടെ കാണിച്ചു തരികയായിരുന്നു. ആ സർവസമ്പത്തും അയോധ്യ എന്ന രാജ്യവും എല്ലാം തന്നെ ഉപേക്ഷിച്ച് മരപുരിയും ജടയും വൽക്കലവും ഒക്കെ ധരിച്ചുകൊണ്ട് ആ ശ്രീരാമ പാദങ്ങളിലേക്ക്, ആ പാദത്തിനെ പിന്തുടരാൻ വേണ്ടി ഈ ഭരതൻ ശ്രമിക്കുകയാണ്. ഇതിനോളം സുഖം മറ്റൊന്നുമില്ല എന്നാണ് ഭരതൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നതെങ്കിൽ അതവിടെ നിർത്തുക. അതല്ല,
ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് രാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യത്തിന്റെ മറ്റൊരു പേരാണ്. അത് രാമന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് പറയുന്നു, ഒരു അവതാരമായിട്ട് വന്നു എന്ന് പറയുന്നു. പക്ഷേ ആ അവതാരം ഏതാണ്? സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഈ മഹാവിഷ്ണു ആരാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തെ ചില ആൾക്കാർ പരബ്രഹ്മം എന്ന് പറയുന്നു, മറ്റു ചില ആൾക്കാർ പരമാത്മാവ് എന്ന് പറയുന്നു, മറ്റു ചില ആൾക്കാർ ശിവൻ എന്ന് വിളിക്കുന്നു, വേറൊരു ആൾക്കാർ മഹാവിഷ്ണു എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ പരാശക്തി എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഒരൊറ്റ ചൈതന്യമാണ്. ആ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് ആ പാദങ്ങളെ പിന്തുടരുക എന്ന് മറ്റൊരു ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഭരതൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വത്തും സമ്പത്തും ഒന്നും നമുക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും സ്ഥിരമായിട്ടുണ്ടാകില്ല, അതെല്ലാം താൽക്കാലത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ രാമപാദത്തെ പിന്തുടരണം. ഭരതൻ കാണിച്ചു തരികയാണ്, ഞാൻ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് രാമന്റെ ഭൃത്യനായിട്ട്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരന്റെ ഭൃത്യനായിട്ട്, അത് വലിയൊരു വേദാന്തമാണ് കേട്ടോ. ഭൃത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടെന്നറിയോ, ഒരു പണം ഒരു കാര്യവും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലൊന്നും ഇങ്ങോട്ട് മറിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുന്നവരാണ് ഭൃത്യന്മാർ. ആ ഭൃത്യന്മാർ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരനാണെന്ന് കണ്ട് അവർക്കുള്ള സേവ ചെയ്യുന്നത് ആരാണോ അവരാണ് രാമപാദം പിന്തുടരുന്നവർ. സർവ്വചരാചരങ്ങളും നമ്മുടെ മുന്നിൽ ഈശ്വരൻ പല രൂപത്തിൽ വരും. ആ ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണം, അത് ഈശ്വരനാണ് എന്ന്. ഭിക്ഷക്കാരുടെ രൂപത്തിൽ വന്നാൽ ഇത് ഈശ്വരൻ തന്നെയാണ്. അവരിവിടുത്തെ സേവനം ചെയ്യണം. ഇത് പുണ്യം കിട്ടുമെന്നല്ല. പുണ്യം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ പ്രതീക്ഷിച്ച് ചെയ്യുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതാണ് ഭൃത്യൻ. ഉത്തരവാദിത്തമാണെന്ന ചിന്തയോടുകൂടി അവരെ സേവിക്കുക. എല്ലാത്തിനെയും, അത് പക്ഷി മൃഗാദികളെ ആയാലും എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെ പോലെ സേവിക്കാൻ കഴിയണം. അതാണ് രാമൻ്റെ പാദാബ്ജം ഞാൻ പിന്തുടരുന്നു, ശ്രീരാമചന്ദ്രൻ്റെ ഭൃത്യനായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റു ഭോഗങ്ങളാൽ എന്താണ് ഫലം? അതുകൊണ്ട് അങ്ങനത്തെ ഒന്നിനോടും താല്പര്യമില്ല. രാജ്യവും സമ്പത്തും ഇന്നലെ വരെ ഈ ദശരഥൻ്റെതായിരുന്നു. ഇന്ന് ഭരതൻ്റെ കയ്യിലെത്തി, നാളെ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകും. അതും ശാശ്വതമല്ല എന്ന് ഭരതൻ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ രാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. ഈ പറയുന്ന രാജ്യവും മറ്റു കാര്യങ്ങളും എനിക്കുള്ള എല്ലാം തന്നെ ആ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ സമർപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഈ പൗരജനങ്ങളെ മുഴുവൻ തന്നെ ഞാൻ കൂട്ടി, കുലഗുരുവായ വസിഷ്ഠനെയും കൂട്ടിയിട്ട് ഞാൻ രാമൻ്റെ അരികിലേക്ക് പോകുന്നത്. എന്നിട്ടോ അവിടെ എത്തി ആ ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യണം. എന്നിട്ടോ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി രാജ്യത്തിൽ അല്ലെങ്കിൽ രാജാവായിട്ട് വാഴിക്കണം. പിന്നീടുള്ള കാലം ആ ജ്യേഷ്ഠനെ സേവിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നോക്കണം, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. രാമായണത്തെപ്പറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു മൈത്രേയൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതാ, രാമായണം വീട്ടിൽ കയറ്റാൻ പാടില്ലാത്ത ഗ്രന്ഥമാണ്, രാമായണം തോട്ടിലേക്ക് എറിയേണ്ട ഗ്രന്ഥമാണ്, രാമായണം കടലിലേക്ക് എറിയേണ്ടതാണ്, ഒരു കാരണവശാലും വരുന്ന തലമുറയിലെ കുട്ടികളെ കൊണ്ടത് വായിപ്പിക്കരുത് എന്നാണ് മൈത്രേയൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്. മൈത്രേയൻ രാമായണം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. രാമായണത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന തരത്തിൽ അമൂല്യമായിട്ടുള്ള നിധികളാണുള്ളത്. അതിൽ നിന്നാണ് ഒരു കഷ്ടം ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിധികൾ നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് മനസ്സിലാക്കണം. ഈ ഭരതന്റെ സ്വഭാവ മഹിമ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ശ്രേഷ്ഠനായിത്തീരുന്നത്, ഒരു മനുഷ്യനായിത്തീരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭരദ്വാജ ഋഷി ഈ ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ആ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, കാരണം ഞാൻ ജ്ഞാനദൃഷ്ടിയിൽ ഇതെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് എന്ന്. ഇനി എന്താണ് അവിടെ കവി പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതും
മനസ്സേ ശോകമുണ്ടാകലോ കേൾക്ക നീ, ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ, വന്ന പടയോടുമില്ലൊരു സംശയം. ഊണു കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ, വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിന്നില്ലൊരു വൈമുഖ്യമെന്നോ വരദനും, കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും, ഏകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു, കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്ര ലോകസമാനമായി വന്നിതും, ദേവകളായി ചമഞ്ഞു തരുക്കളും, ദേവവനിതമാരായി ലതകളും. ഭാവന വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും, ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും, രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നാവൃത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, ഈ ഭരദ്വാജ ഋഷി ഭരതനോട് പറഞ്ഞു, പ്രധാനമായിട്ടും രാമായണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഭാഗം നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് അറിയോ? അവിടെ പറയാണ്, ശ്രീരാമനോട് ഭക്തി കാണിക്കുന്നതിൽ ലക്ഷ്മണനേക്കാളേറെ മുമ്പിലാണ് നീ എന്നാണ് പറയുന്നത്. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം. ലക്ഷ്മണന് ഭക്തി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ലക്ഷ്മണനുള്ളതിനേക്കാൾ ഭക്തി പ്രകടിപ്പിക്കുന്നത് ഭരതനാണ് എന്ന്. കാരണം എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. ഇത് ശ്രീരാമൻ ഉണ്ടാകുമ്പോഴല്ല, ശ്രീരാമൻ പോയതിന് ശേഷം. മറിച്ച് ശ്രീരാമന്റെ മുമ്പിലാണ് ലക്ഷ്മണൻ ഭക്തി പ്രകടിപ്പിക്കുന്നത്. ഇത് ശ്രീരാമന്റെ മുന്നിലല്ല, വെളിയിലാണ്, തൻ്റെ ഉള്ളിലാണ് ആ ഭക്തി കാണിക്കുന്നത്. അത് ഭരദ്വാജ ഋഷി കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ഭക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അതുകൊണ്ട് നീ എന്ത് വേണമെന്നറിയോ? ഇന്ന് ഏതായാലും അങ്ങോട്ട് പോകണ്ട, നാളെ രാവിലെ നമുക്ക് പോയി കാണാം. അപ്പോൾ രാവിലെ പോയി കാണുന്നതിന് വേണ്ടി എന്ത് വേണം? നീ സൈന്യവും ഒക്കെ വന്നല്ലേ, വിശന്ന് തളർന്നിട്ടാണുള്ളത്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങുക. വൈകിട്ട് സമയമായി. ഈ വൈകിട്ട് സമയത്ത് ഇനി പോകണ്ട, ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് രഘുനാഥനെ ചെന്ന് കാണാം എന്ന് പറയും. ഭരതന് സന്തോഷമായി. ഭരതൻ അതേപടി തയ്യാറായിട്ട് ശരി ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. ഈ അവസരത്തിൽ ഉടൻ തന്നെ കാമസുരഭിയായിട്ടുള്ള കാമധേനുവിനെ ഭരദ്വാജ ഋഷി ധ്യാനിച്ചു. കാമധേനുവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ച് നിരവധി കഥകൾ രാമായണത്തിലും മറ്റു പുണ്യഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. കാമധേനുവിനോട് എന്ത് പറഞ്ഞാലും അത് സാധിപ്പിച്ചു തരും. കാമധേനു, ധേനു എന്ന് പറഞ്ഞ പശു, ആഗ്രഹിക്കുന്നത് സാധിപ്പിച്ചു തരുന്ന പശു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബം ആഗ്രഹിക്കുന്ന എല്ലാം സാധ്യമാക്കാൻ പശു വിചാരിച്ചാൽ കഴിയും. പക്ഷെ പശുവിനെ വേണ്ട വിധത്തിൽ പരിചരിക്കണം, വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കണം. അപ്പോൾ പശുക്കളെ നമ്മൾ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ആ പശു നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാം തരും. പല കുടുംബങ്ങളും 2 or 3 പശുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ചാണകം, കാരണം അതിൻ്റെ മൂത്രം പോലും നമുക്കറിയാം. കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് പ്രത്യേകിച്ച് ഈ മൂത്രം നിലത്ത് വീഴാതെ പ്രത്യേക തരത്തിലുള്ള ഒരു യന്ത്രത്തിൽ അത് സ്വീകരിച്ച് അത് ശുദ്ധി വരുത്തി ഒന്നാന്തരം മരുന്നുകളാക്കിയിട്ട് വിപണിയിലെത്തിക്കുന്നുണ്ട്. ഈ മംഗലാപുരം ഭാഗത്തും കാസർഗോഡ് ഭാഗത്തും കർണാടകയിലെ പല ഭാഗത്തും ഗ്രാമങ്ങളുണ്ട്.
അവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ 1 ലിറ്റർ മൂത്രത്തിന് 350-400 രൂപയാണ് വില വരുന്നത്, പാലിനേക്കാളും എത്രയോ ഇരട്ടി. അപ്പോൾ പാല് കൊണ്ടായാലും ചാണകം കൊണ്ടായാലും മൂത്രം കൊണ്ടായാലും ഈ പറയുന്ന മൂത്രം തന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമാനമുണ്ടാക്കി സുഖസുന്ദരമായിട്ടൊരു കുടുംബത്തിന് കഴിയാൻ പറ്റും. പാല് തരാത്ത പശുവായാൽ പോലും അതിൻ്റെ ചാണകം വളമാക്കി വിൽക്കുക, ഭസ്മമാക്കി വിൽക്കുക, അങ്ങനെ നിരവധി വസ്തുക്കളാക്കിയിട്ട് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തിയിട്ട് കുടുംബ സുഖസുന്ദരമായി കഴിയാം. അപ്പോൾ 2-3 പശുക്കളുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരുന്നതാണ് കാമധേനു എന്ന് പറയാനുള്ള കാരണം. ഇവിടെ ആ ധേനുവിനോട് ഈ പറയുന്ന ഭരദ്വാജ ഋഷി പറഞ്ഞപ്പോൾ അവിടെ വേണ്ടുന്ന ഈ സൈന്യങ്ങൾക്കെല്ലാം വേണ്ടുന്ന തരത്തിൽ ആഹാരം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കുന്നതാണ് പറയുന്നത്. ആ അവസരത്തിൽ ദേവലോക സമാനമായി മാറി ആ വനം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഈ ഭക്ഷണം വിളമ്പാനും ഇവരെ പരിചരിക്കാനും ഒക്കെ ആയിട്ട് വള്ളികളും മരങ്ങളും ഒക്കെ തന്നെ ദേവരൂപികളായി തീർന്നു എന്നാണ് പറയുന്നത്, ദേവവനിതമാരായി തീർന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ എല്ലാം വേണ്ട വിധത്തിൽ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആർക്കൊക്കെ എന്ത് ഭക്ഷണമാണോ വേണ്ടത് ആ ഭക്ഷണങ്ങളെല്ലാം തന്നെ യഥേഷ്ടം അവിടെ ഒരുക്കി. പഴങ്ങൾ വേണ്ടുന്നൊക്കെ പഴങ്ങൾ, കിഴങ്ങുകൾ വേണ്ടുന്നൊക്കെ കിഴങ്ങുകൾ, ധാന്യങ്ങൾ വേണ്ടുന്നൊക്കെ ധാന്യങ്ങൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാം അവിടെ ഒരുക്കി എന്ന് പറയുന്നത്. സൈന്യത്തിന് താമസിക്കാൻ വേറെ തന്നെ ഒരു ഭാഗം, ഭക്ഷണം കഴിക്കാനായിട്ട് വേറെ തന്നെ ഒരു ഭാഗം, അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കും കിടന്നുറങ്ങാനായിട്ട് പ്രത്യേക ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള ആ കാമധേനു തയ്യാറാക്കിയിട്ടുള്ള ആ ദേവസുന്ദരമായ ദേവലോകം പോലെ തോന്നിപ്പിക്കുന്ന അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ അനന്തന് പോലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ ആ സംവിധാനം ഒരുക്കി. എന്നിട്ടോ ആദ്യം വസിഷ്ഠനെ അവിടെ ഇരുത്തി പൂജിച്ചു. ഭരതശത്രുഘ്നന്മാരെയും മറ്റുള്ളവരെയൊക്കെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. അങ്ങനെ അവർക്ക് ഒരു ദോഷവും വരാത്ത വിധത്തിൽ വളരെ സന്തോഷപൂർണ്ണമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കണം. നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര കൃത്യമായി കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.